ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം ഇന്ത്യയുടെ അഭിമാനമായി മാറുമ്പോൾ അതിന്റെ വിജയഗാഥയിൽ 17 വർഷത്തോളം നിർണായക പങ്കുവഹിച്ച IASc പ്രൊഫസർ ജി മാധവീലത വാർത്തകളിൽ നിറയുകയാണ്. ജമ്മുകശ്മീരിലെ ചെനാബ് നദിക്ക് മുകളിൽ 359 മീറ്റർ ഉയരത്തിൽ 1486 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ റെയിൽവേ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചതോടെയാണ് മാധവീലതയുടെ സംഭാവനകളും ശ്രദ്ധേയമായത്. ഈഫൽ ടവറിനേക്കാൾ 35 മീറ്റർ അധികം ഉയരമുണ്ട് ചെനാബ് പാലത്തിനെന്നതും ഇതിന്റെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം എടുത്തു കാണിക്കുന്നു. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസറായ മാധവീലത 2005 മുതൽ ചെനാബ് പാലം പദ്ധതിയിൽ ജിയോ ടെക്നിക്കൽ കൺസൾട്ടന്റായി സജീവമായി പ്രവർത്തിക്കുകയായിരുന്നു. കശ്മീർ താഴ്വരയിലെ റെയിൽവേ കണക്ടിവിറ്റി ശക്തമാക്കുന്നതിൽ ഈ പാലം ഒരു നിർണായക നാഴികക്കല്ലാണ്. ജമ്മുവിനെയും ശ്രീനഗറിനെയും റെയിൽവേ ലൈൻ വഴി ബന്ധിപ്പിക്കാൻ സാധിക്കുമെന്നത് ഈ പദ്ധതിയുടെ സാമൂഹിക പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ചെനാബ് നദിക്ക് മുകളിലുള്ള ഈ പാലത്തിന്റെ നിർമ്മാണം കടുത്ത വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ, പാറകളുടെ ഘടനയും ഉറപ്പും, പ്രദേശത്തെ ശക്തമായ കാറ്റ്, ഭൂമിശാസ്ത്രപരമായ സങ്കീർണതകൾ, കാലാവസ്ഥ, മണ്ണിന്റെ ഘടന എന്നിവയെല്ലാം നിർമ്മാണത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. IAScയുടെ സിവിൽ എഞ്ചിനീയറിംഗ് വകുപ്പിലെ റോക്ക് എഞ്ചിനീയറിംഗ് വിദഗ്ധയായ മാധവീലത ചെനാബ് പാലത്തിന്റെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും നിർണായക ഉപദേശകയായി വർത്തിച്ചു. ഭൂമിശാസ്ത്രപരമായി വെല്ലുവിളി നിറഞ്ഞ ഈ പ്രദേശത്ത് പാലത്തിന്റെ അടിത്തറയുടെ രൂപകൽപ്പന, ചെരിവ് സ്ഥിരത എന്നിവയിൽ കൃത്യമായ ഉപദേശങ്ങൾ നൽകിയത് ലതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. പരമ്പരാഗത നിർമ്മാണ രീതികളിൽ നിന്ന് വ്യത്യസ്തമായി ചെനാബ് പാലത്തിന്റെ നിർമ്മാണത്തിൽ ഡിസൈൻ ആസ് യു ഗോ എന്ന സമീപനമാണ് സ്വീകരിച്ചതെന്ന് മാധവീലത പറയുന്നു. അതായത് ഖനനം ആരംഭിച്ചപ്പോൾ തന്നെ പദ്ധതി പ്രദേശത്തെ പാറയുടെ സ്വഭാവവും അവസ്ഥയും മനസ്സിലാക്കി അതിനനുസരിച്ച് രൂപകൽപ്പനയിൽ മാറ്റങ്ങൾ വരുത്തി. വളരെ വെല്ലുവിളി നിറഞ്ഞ പദ്ധതിയായിരിക്കുമെന്ന് തുടക്കം മുതലേ ലതയ്ക്കറിയാമായിരുന്നു. മാധവീലതയുടെ വിദ്യാഭ്യാസ യോഗ്യതകളും ഗവേഷണ പരിചയവും ഈ പദ്ധതിക്ക് മുതൽക്കൂട്ടായി. 1992 ജവഹർലാൽ നെഹ്റു ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബിടെക് പൂർത്തിയാക്കിയ അവർ വാറംഗലിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് MTech പഠിക്കുമ്പോൾ സ്വർണ്ണ മെഡൽ നേടി. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലായിരുന്നു അവരുടെ സ്പെഷ്യലൈസേഷൻ. 2000 IIT മദ്രാസിൽ നിന്ന് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ ഡോക്ടറേറ്റ് പൂർത്തിയാക്കി. 2021 ഇന്ത്യൻ ജിയോ ടെക്നിക്കൽ സൊസൈറ്റിയിൽ നിന്ന് മികച്ച വനിതാ ജിയോ ടെക്നിക്കൽ ഗവേഷക അവാർഡ് നേടിയ മാധവീലത 2022 ഇന്ത്യയിലെ കരുത്തുറ്റ വനിതകളുടെ പട്ടികയിലും ഇടം നേടി. ഈ റോക്ക് എഞ്ചിനീയറിംഗ് വിസ്മയത്തിൽ മാധവീലതയുടെ പങ്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഭൂകമ്പപരമായി കടുത്ത വെല്ലുവിളി നിറഞ്ഞതും ഭൂമിശാസ്ത്രപരമായി സങ്കീർണമായതുമായ ഹിമാലയൻ മേഖലയിൽ ആഴത്തിലുള്ള ഒരു മലയിടുക്കിലൂടെയാണ് പാലം കടന്നുപോകുന്നത്. അവിടെ കുത്തനെയുള്ള ചെരിവുകൾ, വൈവിധ്യമാർന്ന പാറകൾ, ഉയർന്ന കാറ്റിന്റെ വേഗത എന്നിവ പാലത്തിന്റെ നിർമ്മാണത്തിൽ ശക്തമായ തടസ്സങ്ങൾ സൃഷ്ടിച്ചു. ഈ വെല്ലുവിളികൾ നേരിടുന്നതിനായി നോർത്തേൺ റെയിൽവേയും പ്രൊജക്ട് കരാറായ അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചറും ചേർന്ന് ഡോക്ടർ മാധവീലതയെ പ്രത്യേകം നിയോഗിക്കുകയായിരുന്നു. ഖനനത്തിനിടെ പ്രാരംഭ സർവേകളിൽ വ്യക്തമല്ലാത്ത പൊട്ടുന്ന പാറകൾ, മറഞ്ഞിരിക്കുന്ന ഗുഹകൾ, വ്യത്യസ്തമായ പാറകൾ എന്നിവ പോലുള്ള അപ്രതീക്ഷിതവും ഭൂമിശാസ്ത്രപരവുമായ സാഹചര്യങ്ങൾ എഞ്ചിനീയർമാർക്ക് പലപ്പോഴും നേരിടേണ്ടി വന്നു. ഇത്തരം സാഹചര്യങ്ങളെ നേരിടാൻ ഡിസൈൻ ആസ് യു ഗോ എന്ന സമീപനം വളരെ ഫലപ്രദമായിരുന്നു. സിമന്റ് ഗ്രൗട്ടിംഗ് പോലുള്ള കാര്യങ്ങളിലും രൂപകൽപ്പനയിലുമെല്ലാം ഡോക്ടർ ലത അളവറ്റ സംഭാവന നൽകിയിട്ടുണ്ട്. കാറ്റിന് വേഗത കൂടുതലുള്ള പ്രദേശമായതിനാൽ അത്തരം സാഹചര്യങ്ങളെയും ഭൂകമ്പ സാധ്യതകളെയും ഉൾപ്പെടെയുള്ള പ്രതികൂല സാഹചര്യങ്ങളെ നേരിടാൻ കേൾപ്പുള്ള രീതിയിൽ പാലത്തിന് അടിത്തറ ഒരുക്കാൻ ഡോക്ടർ ലതയുടെ സംഭാവനകൾ സഹായകമായി. 2005 തുടങ്ങിയ പാലത്തിന്റെ ആസൂത്രണ ഘട്ടങ്ങൾ മുതൽ 2022 പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുന്നതുവരെയുള്ള മാധവീലതയുടെ 17 വർഷത്തെ അർപ്പണബോധം ഭൂമിശാസ്ത്രപരവും സാങ്കേതികവുമായ വെല്ലുവിളികളെ മറികടക്കുന്നതിൽ നിർണായകമായിരുന്നു. ചെനാബ് പാലം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം മാത്രമല്ല, ഏകദേശം 120 വർഷം ആയുസ്സുള്ള കഠിനമായ ഹിമാലയൻ പരിസ്ഥിതിയെ നേരിടാൻ തക്ക കരുത്തുറ്റതാണെന്നും അവരുടെ പ്രവർത്തനം ഉറപ്പാക്കി. ഈ പാലം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നായാണ് കണക്കാക്കപ്പെടുന്നത്. അതിന്റെ പിന്നിൽ മാധവീലതയുടെ അസാമാന്യ എഞ്ചിനീയറിംഗ് വൈഭവം നിർണായക പങ്കുവഹിച്ചു.